എല്ലാവർക്കും തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബഷീർ. ഇന്ന് ഞാനുള്ളത് നമ്മുടെ പാലക്കാട് ജില്ല ആലത്തൂർ ടൗണിലാണ് കേട്ടോ. ടൗണിൽ നിന്നൊക്കെ ഏകദേശം ഒരു 500-600 മീറ്റർ ദൂരം, അതായത് നമ്മുടെ ആലത്തൂർ പഴയ ബസ് സ്റ്റാൻഡ് ആ പരിസരത്ത് നിന്ന് ഒരു 500-600 മീറ്റർ ദൂരം ഉള്ളിലോട്ടായിട്ട് 5.5 സെൻറ്റ് സ്ഥലവും 1100 സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. വീടിന് കുടിവെള്ളത്തിൻ്റെ സോഴ്സിനായിട്ട് കിണറാണുള്ളത്. നല്ല വീടാട്ടോ, പുതിയ വീടാണ്. 2 ബെഡ്റൂമാണ്. 2 ബെഡ്റൂമിൽ 2ഉം അറ്റാച്ച്ഡ് ആണ്. വീടിൻ്റെ പെയിൻറ്റിങ്ങും പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ചുറ്റും മതിലുണ്ട്. അതുപോലെ കാർ പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. ടൗണിൽ തന്നെയാണ് വീട്. ആലത്തൂർ ടൗണിലേക്ക് ഞാൻ പറഞ്ഞു ആകെ ഒരു 500-600 മീറ്റർ, എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ടൗണാണ് ആലത്തൂർ ടൗൺ. അപ്പോൾ അവിടെ നിന്നും ഈ പറഞ്ഞ 500-600 മീറ്റർ ഉള്ളിലോട്ടായിട്ടാണ് ഈ വീട്. നിറയെ വീടുകളൊക്കെ ഉള്ളൊരു ഭാഗത്ത് ടൗണിൽ തന്നെയായിട്ടുള്ള ഈ വീട്. ഇഷ്ടംപോലെ പേര് ചോദിച്ചിരുന്നു ആലത്തൂർ ഭാഗത്തൊക്കെ വീടുകൾ. അപ്പോൾ ഈ വീടിൻ്റെ വില പറയാം. ഈ ഭാഗത്ത് 1 സെൻറ്റ് സ്ഥലത്തിന് 5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വില. അപ്പോൾ ഈ 5.5 സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടെ 2 ബെഡ്റൂമുള്ള ഈ വീടിനും കൂടെ ഉടമസ്ഥൻ ചോദിക്കുന്നത് 51 ലക്ഷം രൂപയാണ്. വില ചെറിയ രീതിക്ക് നെഗോഷ്യബിളാണ്. വീട് വന്ന് കണ്ട് അദ്ദേഹവുമായി ഇരുന്ന് സംസാരിച്ചിട്ട് വിലയിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ടൈലിൻ്റെ പണി കഴിഞ്ഞിട്ട് ഈ ടൈലിൻ്റെ ഇടയ്ക്കുള്ള ഈ എപ്പോക്സി വർക്കിനായിട്ടുള്ള അതിൻ്റെ ക്ലീനിങ്, അതുപോലെ പെയിൻറ്റിങ്, അങ്ങനെ അല്ലറ ചില്ലറ ചെറിയ പണികളൊക്കെയാണ് ഇനിയുള്ളത്. അതിപ്പോൾ ഒരു 2 ദിവസം കൊണ്ട് എല്ലാവിധ പണികളും പൂർത്തിയാവുന്നതാണ്. നമുക്ക് കയറിയ ഉടനെ ഒരു സിറ്റ് ഔട്ട്, ഹാള് വിത്ത് ഡൈനിങ് ആയിട്ടാണ്. പിന്നെ അപ്പുറം ഇപ്പുറമായിട്ട് 2 ബെഡ്റൂം, പിന്നെ അടുക്കളയിൽ തന്നെ ഒരു സ്റ്റോർ റൂം, അതുകൂടാതെ ഒരു വർക്ക് ഏരിയ, അങ്ങനെയുള്ള സൗകര്യങ്ങളാണ് നമുക്ക് ഈ 1100 സ്ക്വയർ ഫീറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കേട്ടോ. ഈ വീടിലൊക്കെ നമുക്ക് ഇൻറ്റീരിയർ ഡെക്കറേഷൻ്റെ പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. റൂമുകളിലൊക്കെ നമുക്ക് മുകളിലാണെങ്കിൽ ജിപ്സം ബോർഡിൻ്റെ സീലിങ്ങിൽ ജിപ്സം ബോർഡിൻ്റെ വർക്കുകളൊക്കെയും അതും ചെയ്ത് നല്ല മനോഹരമാക്കിയിട്ടുള്ളൊരു വീടാണ്. 2 ബെഡ്റൂം ആണെങ്കിലും 2ഉം അറ്റാച്ച്ഡ് ആണ്. അതുകൂടാതെ വീടിൻ്റെ മുകളിൽ നമുക്ക് ഷീറ്റ് വെച്ചിട്ട് ട്രസ് വർക്കിൻ്റെ പണികളൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ ടൗണിൽ അത്യാവശ്യം സ്ഥലത്തിന് നല്ല വിലയുള്ളത് കൊണ്ടാണ് ഈ വീടിന്, ഈ 1100 സ്ക്വയർ ഫീറ്റ് വീടിന് ഈ ഒരു വില വന്നിരിക്കുന്നത്. 51 ലക്ഷം രൂപ ചോദിക്കുന്നത്. അതും വില നെഗോഷ്യബിളാണ്. അദ്ദേഹം വന്നിരുന്ന് സംസാരിക്കും, എന്തെങ്കിലും ചെറിയ രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. പടിഞ്ഞാട്ടാണ് നമുക്കിതിൻ്റെ ദർശനം വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ വേണം. ഇവിടെ നിന്ന് നമുക്ക് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ ഏകദേശം ഒരു 25 കിലോമീറ്ററിൽ താഴെ മാത്രമായിരിക്കും ദൂരം ഉണ്ടാവുക. അതുപോലെ വടക്കഞ്ചേരിക്ക് അല്ലെങ്കിൽ തൃശ്ശൂർക്കും അതുപോലെ ഒരു 30-32 അല്ലെങ്കിൽ ഒരു 35 കിലോമീറ്ററാണ് ദൂരമുള്ളത്. എനി ടൈം എല്ലാ ഭാഗങ്ങളിലേക്കും ബസ് സൗകര്യമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് വന്നാൽ ഇവിടെയാണെങ്കിലും ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു അടുക്കളയുടെ ഒരു സ്റ്റോർ റൂം ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റോർ റൂം ഉണ്ട്. അപ്പോൾ ഈ സിറ്റ് ഔട്ട്, ഹാള് വിത്ത് ഡൈനിങ്, 2 ബെഡ്റൂം, അത് അടുക്കളയുടെ ഒരു സ്റ്റോർ റൂം, അത് കൂടാതെ ഒരു വർക്ക് ഏരിയ നമുക്ക് ഇവിടെയുണ്ട് ഈ അടുക്കളയോട് ചേർന്ന് തന്നെ. ഇതുണ്ടോ, ഈ ഭാഗത്തുള്ള കബോർഡിൻ്റെ വർക്കുകളൊക്കെ ചെയ്ത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് പണികളൊക്കെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വന്ന് നോക്കിയാൽ അത് മനസ്സിലാവും. അതുപോലെ ഇതിൻ്റെ ഈ ചുമര് മുഴുവൻ കെട്ടിയിരിക്കുന്നതൊക്കെ ഇഷ്ടിക കൊണ്ടാണ് കേട്ടോ. നമുക്ക് സിമെൻറ്റ് ബ്രിക്സ് അല്ല, നാടൻ ഇഷ്ടിക ചൂളക്കട്ട കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടത്തേക്ക് നമുക്ക് ഒരു വാഷിംഗ് മെഷീൻ്റെ പോയിൻറ്റിനൊക്കെ ആയിട്ട് ഈ വർക്ക് ഏരിയയിൽ അതിനുള്ളൊരു സൗകര്യവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ ഇതൊന്ന് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം. 51 ലക്ഷം രൂപയാണ് പറയുന്നത്. ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ചുറ്റും മതിലിൻ്റെ വർക്കുകളൊക്കെ, സ്ലാബ് മതിലല്ല, നമുക്ക് ചുമര് കൊണ്ട് തന്നെ ഇഷ്ടിക കൊണ്ട് തന്നെയാണ് ഈ മതിലിൻ്റെ പണിയും ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. 5.5 സെൻറ്റ് സ്ഥലമാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറാനുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ വീടിൻ്റെ ഒരു സൈഡിലൂടെ വീടിൻ്റെ ഒരു സൈഡിലൂടെയാണ് നമുക്ക് സ്റ്റെയർ മുകളിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഉള്ളിലൂടെയല്ല, പുറത്തുകൂടെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെയാണെങ്കിലും ഇപ്പോഴാണ് അതിൻ്റെ മുകളിൽ പുതിയ രീതിക്ക് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുള്ളത്. പഴക്കമില്ലാതെ പുതിയ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഡ്രസ്സ് വർക്കും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇത് വീടിന് ഏകദേശം ഒരു 5-6 വർഷത്തെ പഴക്കമുള്ളൊരു വീടായിരുന്നു. അതിനെ മൊത്തത്തിൽ റീവർക്ക് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ഈ ടൈലൊക്കെ മാറ്റി മുറ്റത്ത് ഇതുകൊണ്ട് ഇൻ്റർലോക്ക് കട്ട വിരിച്ച്
അതുപോലെ കിണറിൽ റിങ് ഇറക്കി ടൗണിൽ തന്നെ ആയതുകൊണ്ട് അങ്ങനെയാണ് എല്ലാ പണികളും ഇപ്പോൾ നമുക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പുതിയ വീട് തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് സെപ്പറേറ്റ് വേറെ ഒരു പണിയുമില്ല, കയറി താമസിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. വെള്ളത്തിലായിട്ട് നമുക്ക് ഈ നല്ല ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ വെള്ളം ഈ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷൻ കൂടാതെ കിണർ സൗകര്യമുണ്ട്. നമുക്ക് മുറ്റത്ത് 1-2 കാറ് വന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. സ്റ്റെയർ നമുക്ക് പുറത്തുകൂടെ കൊടുത്ത് അവിടെയൊക്കെ നമുക്ക് മഴ കൊള്ളാത്ത രീതിയിൽ ഷീറ്റ് വെച്ചിട്ട് റൂഫ് ചെയ്തിട്ടുണ്ട്. 51 ലക്ഷം രൂപ എന്നുള്ളത് ആലത്തൂർ ടൗണിലായതുകൊണ്ടൊരു കൂടുതലല്ല, എങ്കിലും അദ്ദേഹവുമായിരുന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ വ്യത്യാസം വരാം. പിന്നെ ഇതൊരു ടൗണിൻ്റെ പരിസരമൊക്കെ ആയതുകൊണ്ട് ഈ ഭാഗത്ത് മുകളിൽ നമുക്കൊരു ചെറിയൊരു ട്യൂഷൻ സെൻറ്ററോ അതല്ലെങ്കിൽ ഒരു ടൈലറിങ് യൂണിറ്റോ അതല്ലെങ്കിൽ ഒരു 2 റൂമാക്കി തിരിച്ച് ആർക്കെങ്കിലും ചെറിയൊരു രീതിക്ക് വാടകയ്ക്ക് കൊടുക്കാനും ഒക്കെ നല്ല സൗകര്യമുള്ളൊരു ഭാഗത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മെയിനായിട്ട് നമുക്ക് ടൗണിൻ്റെ സൗകര്യമാണ്, അതുകൊണ്ടാണ് ഈ ഒരു വിലയും വന്നിരിക്കുന്നത്. 51 ലക്ഷം രൂപ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തൊട്ട് അപ്പുറമായിട്ടൊരു ഒരു കിലോമീറ്റർ മാറ്റത്തിൽ വേറെ ഒരു 6 സെൻറ്റ് സ്ഥലവും 1700 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമുള്ളൊരു വീടും കൂടെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അതിന് പറഞ്ഞിരുന്നത് 55 ലക്ഷം രൂപയാണ്. അത് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിക്കൊരു വിലയിൽ വ്യത്യാസവും ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി മനസ്സിലായതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ ഇതൊന്ന് കാണാം. ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, അതൊരു അപേക്ഷയാണ്. പാലക്കാട് ജില്ലയാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ടൗണിൽ, ആലത്തൂർ പഞ്ചായത്തിൽ ആലത്തൂർ താലൂക്കാണ്. ആലത്തൂർ താലൂക്കിൽ തന്നെ നമുക്ക് ഒരു 500-600 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത്. എല്ലാ വർക്കുകളും പണി ഇപ്പോൾ എല്ലാം, ഇത് ഞാനൊരു 4 ദിവസം മുമ്പ് വീഡിയോ എടുത്താണ്, എല്ലാ പണി ഇപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വിളിക്കുക, പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും.